1975 ജൂൺ 25 ഇന്നേക്ക് കൃത്യം 50 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. भाइयों और बहनों, राष्ट्रपति जी ने आपातकाल की घोषणा की है. സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും വാതിലുകൾ കൊട്ടിയടച്ച് രാജ്യം ഇരുട്ടിലേക്ക് നടന്നുകയറി. നൂറ്റാണ്ടുകളുടെ പോരാട്ട ഫലമായി നാം നേടിയെടുത്ത എല്ലാ പൗരാവകാശങ്ങളും ജനാധിപത്യ ശീലങ്ങളും ചില വ്യക്തികളുടെ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി ചവിട്ടി അരയ്ക്കപ്പെട്ടു. അതെ, ഇന്ദിരാഗാന്ധി എന്ന പേര് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കാണും. സ്വന്തം അധികാരം സംരക്ഷിക്കുന്നതിന് അവർ നടത്തിയ ഹീനമായ ഇടപെടലുകളാണ് ജനാധിപത്യത്തിന്റെ നല്ല നാളുകളിലേക്ക് പിച്ചവെച്ചു തുടങ്ങിയ ഇന്ത്യയെ വീണ്ടും ഇരുട്ടിലായെത്തിയത്. പൊതു തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ ജയിക്കുന്നതിനായി പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി തന്റെ ഔദ്യോഗിക പദവികളും അധികാരവും ദുരുപയോഗം ചെയ്തു എന്ന് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജനാരായണൻ അലഹബാദ് ഹൈക്കോടതിയിൽ പരാതി നൽകുന്നു. പരാതി പരിശോധിച്ച ജസ്റ്റിസ് ജഗ്മോഹൻ ഹൻലാൽ സിൻഹ ഇന്ദിരാഗാന്ധി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും അവരുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കുകയും ചെയ്തതോടെയാണ് അടിയന്തരാവസ്ഥയ്ക്ക് കളമൊരുങ്ങുന്നത്. തന്റെ അധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്ന ഇന്ദിരാഗാന്ധി അലഹബാദ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നു. വിധി അനുകൂലമാവില്ലെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അധികാരം നിലനിർത്താനുള്ള മറ്റു വഴികൾ അവർ തേടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അന്ന് ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധാർത്ഥ് ശങ്കർ റായിയാണ് ഭരണഘടനയിൽ അടിയന്തരാവസ്ഥ എന്നൊരു ഉപായമുണ്ടെന്ന് ഇന്ദിരാഗാന്ധി ധരിപ്പിക്കുന്നത്. സുപ്രീം കോടതിയിൽ കേസ് പരിഗണിച്ച ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഇന്ദിരാഗാന്ധിയെ ലോക്സഭാ അംഗമായി തുടരാൻ അനുവദിച്ചെങ്കിലും സഭയിൽ വോട്ട് ചെയ്യാനുള്ള അവരുടെ അവകാശം റദ്ദാക്കി. ഇതോടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പ്രതിച്ഛായയും വിശ്വാസ്യതയും നഷ്ടപ്പെട്ടു. പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കാനുള്ള ധാർമ്മികമായ അവകാശം ഇന്ദിരയ്ക്ക് നഷ്ടപ്പെട്ടു എന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. ഒറ്റപ്പെടുന്നെന്ന് തിരിച്ചറിഞ്ഞ ഇന്ദിര തന്റെ വിശ്വസ്തനായ സിദ്ധാർത്ഥ് ശങ്കർ റായിയോടൊപ്പം ജൂൺ 25 രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കാണുന്നു. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുവാനുള്ള തീരുമാനം അദ്ദേഹത്തെ അറിയിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായ രാഷ്ട്രപതി യാതൊരു പുനരാലോചനയ്ക്കും ഇടം നൽകാതെ അന്ന് തന്നെ സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഉത്തരവിൽ ഒപ്പുവയ്ക്കുന്നു. 1975 ജൂൺ 25 അർദ്ധരാത്രി രാജ്യത്തെ അടിയന്തരാവസ്ഥ നിലവിൽ വരുന്നു. കേന്ദ്രമന്ത്രിമാർ പോലും ഈ വിവരം അറിയുന്നത് പിറ്റേന്ന് മന്ത്രിസഭാ യോഗത്തിന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ എത്തുമ്പോഴാണ്. വാർത്ത ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ ഡൽഹിയിലെ പത്രം ഓഫീസുകളുടെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു. ജയപ്രകാശ് നാരായണൻ, മൊറാർജി ദേശായി തുടങ്ങി പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കൾ എല്ലാവരും കരുതൽ തടങ്കലിലായി. വരാനിരിക്കുന്ന ദിനങ്ങൾ എത്രത്തോളം ഭയാനകമാകുമെന്ന് ഞെട്ടലോടെ രാജ്യം തിരിച്ചറിഞ്ഞു. എന്താണ് ഈ അടിയന്തരാവസ്ഥ എന്നല്ലേ? ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെയോ രാഷ്ട്രീയ സാമൂഹ്യ ക്രമത്തെയോ സമ്പദ്ഘടനയെയോ അട്ടിമറിച്ചേക്കാവുന്ന അവിചാരിതമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യത്തെ സംരക്ഷിച്ചു നിർത്താൻ സർക്കാരിന് ഭരണഘടന നൽകുന്ന ഉപാധിയാണ് അടിയന്തരാവസ്ഥ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 18 ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ വിവിധ അടിയന്തരാവസ്ഥകളെ പറ്റി പ്രതിപാദിക്കുന്നു. അതിൽ ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയാണ്. സാധാരണ നിയന്ത്രണാതീതമായ ആഭ്യന്തര കലാപങ്ങളോ യുദ്ധങ്ങളോ ഉണ്ടാകുമ്പോഴാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ 1975 പറയത്തക്ക കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ദിരാഗാന്ധി തന്നിഷ്ടം നടപ്പാക്കുകയായിരുന്നു. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെടും. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നത് കോടതിക്ക് പോലും ഇടപെടാനാവില്ല. അടിയന്തരാവസ്ഥ കാലയളവിൽ സംസ്ഥാന സർക്കാരിന്റെ അവകാശങ്ങൾ പലതും ഇല്ലാതാവുകയും കേന്ദ്ര സർക്കാരിന്റെ സമഗ്രാധിപത്യത്തിന് വഴി തുറക്കുകയും ചെയ്യും. ഇങ്ങനെ ജനാധിപത്യ മൂല്യങ്ങൾക്കെല്ലാം അതീതമായി അധികാരം മുഴുവൻ കേന്ദ്ര സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് വാസ്തവത്തിൽ അടിയന്തരാവസ്ഥ. അന്ന് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ എന്നാൽ ഇന്ദിരാഗാന്ധിയാണ്. എതിർത്ത് പറയാൻ ഒരാൾക്കും നാവ് പൊങ്ങില്ല. അടിയന്തരാവസ്ഥയെ പറ്റി ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു മുഖമുണ്ട്. രാജൻ. യാതൊരു രാഷ്ട്രീയ ബന്ധങ്ങളുമില്ലാത്ത വെറും ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മാത്രമായ രാജനെ പോലീസ് ആളുമാറി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി മർദ്ദിച്ചു കൊല്ലുകയായിരുന്നു. രാജ്യത്തെ മാധ്യമങ്ങളുടെ അവസ്ഥയായിരുന്നു ഏറ്റവും ദയനീയം. അടിയന്തരാവസ്ഥയുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച മാധ്യമങ്ങൾക്ക് ഇന്നലെ തുടക്കത്തിൽ തന്നെ മൂക്കുകയറിട്ടു.
എല്ലാ മാധ്യമങ്ങൾക്കും നിർബന്ധിത സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. എതിർക്കാൻ ശ്രമിച്ച മാധ്യമ സ്ഥാപനങ്ങളെ വൈദ്യുതി വിച്ഛേദിച്ചും സർക്കാർ പരസ്യങ്ങൾ നൽകാതെയും പീഡിപ്പിച്ചു. അതിലും വഴങ്ങാത്ത സ്ഥാപനങ്ങളെ സർക്കാർ പൂട്ടി സീൽ വെച്ചു. കുൽദീപ് നയ്യാർ ഉൾപ്പെടെ 200ഓളം മാധ്യമപ്രവർത്തകർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇന്ത്യൻ എക്സ്പ്രസ്, ഇന്ത്യ ടുഡേ, ഹിമ്മത്ത് പോലുള്ള മാധ്യമങ്ങൾ ഒഴികെ രാജ്യത്തെ പ്രധാന മാധ്യമങ്ങളെല്ലാം ഇന്ദിരയുടെ വഴിക്ക് വന്നു. മലയാള മനോരമ ഉൾപ്പെടെയുള്ള മലയാള മാധ്യമങ്ങളും ദി ഹിന്ദു പോലുള്ള ദേശീയ മാധ്യമങ്ങളും പരിഹാസ്യമായ വിധം ഇന്ദിരാ സ്തുതികൾ കൊണ്ട് നിറഞ്ഞു. രാജ്യം മുഴുവൻ തന്റെ കൈവെള്ളയിലാണെന്നും ഇത് തന്നെ ചോദ്യം ചെയ്യാൻ ആരും അവശേഷിക്കുന്നില്ലെന്നും ഇന്ദിരാഗാന്ധി വിശ്വസിച്ചു. ഈ തെറ്റിദ്ധാരണ കൊണ്ടാകാം 1977 മാർച്ച് 21 ഇന്ദിരാഗാന്ധി രാജ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച് പൊതു തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ നീണ്ട 18 മാസക്കാലം നരകയാതനയിലൂടെ കടന്നുപോയ ജനം പ്രതികരിക്കാൻ ഒരവസരം കാത്തിരിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും ദയനീയമായി പരാജയപ്പെട്ടു. കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് ആദ്യമായി അധികാരത്തിൽ നിന്ന് പുറത്തായി. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടിത രൂപമായ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. ഓർക്കുക, എല്ലാ കോട്ടക്കൊത്തളങ്ങളും പുരാവസ്തുക്കളാകും, എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും, എല്ലാ സുൽത്താന്മാരും വെളിച്ചം കടക്കാത്ത ഇരുളറകളിലൂടെ ഒളിച്ചോടും.